സ്മോക്കിംഗ് ഈസ് ഇഞ്ചൂറിയസ് ടു ഹെൽത്ത്. സ്മോക്കിംഗ് കോസസ് ക്യാൻസർ. പുകവലി ആരോഗ്യത്തിന് ഹാനികരം. പുകവലി അർബുദത്തിന് കാരണമാകുന്നു. ചേച്ചി എവിടെ നോക്കി ചേച്ചി നടക്കണേ? നോക്കിയെടുക്ക ചേച്ചി. തനിക്കൊന്ന് നോക്കി റോഡ് ക്രോസ് ചെയ്തൂടെ? ഇപ്പൊ തന്നെ വണ്ടി തട്ടി ഹോസ്പിറ്റലിൽ പോണ്ടി വന്നേനല്ലോ. എടോ, ഈ സമയത്ത് ബസ്സൊന്നുമില്ല. ഹലോ, എടോ തന്നോടാ ഞാനീ പറയുന്നേ. പൊതുസ്ഥലത്ത് പുകവലിക്കാൻ പാടില്ലെന്ന് അറിയില്ലേ തനിക്ക്? അത് ഞാനേ ഭയങ്കര സ്ട്രെസ് വന്നപ്പോഴേ ഒരു റിലാക്സേഷന് വേണ്ടിയിട്ട്. അപ്പൊ ഞാനും അതാ ഇവിടെ വന്നിരിക്കുന്നത്, കുറച്ച് ആശ്വാസത്തിന്. ഒരല്പം സമാധാനം തരുമോ? ആശ്വാസത്തിനോ? ബസ് സ്റ്റോപ്പിലോ? നന്നായിണ്ട്. ബസ് സ്റ്റോപ്പിലാണോ ആശ്വാസത്തിന് വേണ്ടി വന്നിരിക്കുന്നത്? എന്നാ അതാണെന്ന് മിണ്ടാതിരി കുറച്ചു നേരം. ഈ സ്ഥലം അത്ര നല്ലതല്ല കേട്ടോ. ഇവിടെ പട്ടികളുടെ ഭയങ്കര ശല്യമാണ്. തനിക്ക് ഞാൻ ഓട്ടോയിലും വിളിച്ചായിരുന്നു. ഒന്ന് ശല്യം ചെയ്ത പോടോ. ഞാനല്ലേ ഇവിടെ ആദ്യം വന്നത്. തനിക്ക് വേണമെങ്കിൽ താൻ വേറെ എങ്ങോട്ടെങ്കിലും പോടോ. അമ്മ ഞാൻ വരാം, എവിടെയും പോയിട്ടില്ല. ഇപ്പൊ വരാം. ഓ, അപ്പോൾ വീട്ടിൽ നിന്ന് വഴക്കൂടി ഇറങ്ങിയതാണല്ലേ? ആക്ച്വലി എന്താ തൻ്റെ പ്രശ്നം? തനിക്കെല്ലാവരും പ്രശ്നം തീർക്കലാണോ ജോലി? ഏയ്, അങ്ങനെ എല്ലാവരുടെയും ഒന്നുമില്ല, ചിലരുടെയൊക്കെ. എന്ത്? താൻ ടെൻഷൻ ഒന്നും ആവണ്ട. ഐ എം നോട്ട് ഫ്ലോട്ടിങ്. ഓക്കെ, എൻ്റെ പേര് റോയ്. ഞാൻ TCSൽ സിസ്റ്റം ഡെവലപ്പറായിട്ട് വർക്ക് ചെയ്യാണ്. ഇവിടെ ഒരു ഫ്രണ്ടിനെ കാണാൻ വന്നതാ. അതാണ് ഇവിടെ ഇരിക്കുന്നത് കേട്ടോ.
കുട്ടി മിണ്ടുന്നില്ല. താൻ തൻ്റെ പ്രശ്നം എന്നോട് പറ. ഞാൻ ജഡ്ജ്മെൻ്റ് ഒന്നും ചെയ്യാതെ എൻ്റെ ഒരു അഭിപ്രായം പറയാം. ചിലപ്പോൾ തൻ്റെ പ്രശ്നം സോൾവ് ആവും. സംടൈംസ് എ സ്ട്രേഞ്ചർ ക്യാൻ ഫിക്സ് യുവർ ലൈഫ് എന്നാണല്ലോ. രാത്രിയായി, ഇപ്പൊ രാവിലെ ആവണം. ആരത്? എന്താ മോളെ ഇവിടെ ഇരിക്കണേ? എന്താ മോളെ? താനേതാ? അല്ല മോടെ ഇറങ്ങണ്ടാ, എന്റെ ബസ് സ്റ്റോപ്പ് അത്. അതെന്താ ഈ ബസ് സ്റ്റോപ്പിന് മേലെ എഴുതിച്ചിരുന്ന ഗോപാലകൃഷ്ണൻ? ആരാ, തൻ്റെ അച്ഛനാ? എനിക്ക് അതെ, തൊട്ടപ്പുറത്ത് ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്, അങ്ങോട്ട് പോകോട്ടാ. ഇനിയിപ്പോ അടുത്ത ബസ് സ്റ്റോപ്പിൽ ആരെങ്കിലും ഉണ്ടാവോ? സംടൈംസ് എ സ്ട്രേഞ്ചർ ക്യാൻ ഫിക്സ് യുവർ ലൈഫ് എന്ന് എവിടെയാ പറഞ്ഞിട്ടുള്ളത്? ഞാൻ കേട്ടിട്ടില്ലല്ലോ. അത് ഞാൻ കുറച്ചു മുമ്പേ പറഞ്ഞില്ലേ. സോറി. തൻ്റെ പേരെന്താന്ന് പറഞ്ഞേ? അതിന് ഞാൻ പറഞ്ഞില്ലല്ലോ എൻ്റെ പേര്. പേര് പറഞ്ഞാൽ കൊള്ളാമായിരുന്നു. അങ്ങനെ താൻ കൊള്ളണ്ട. അതെന്താ പുറത്ത് പറയാൻ പറ്റാത്ത പേരാണോ? മീര. താൻ വലിയ വിളച്ചിലൊന്നും എടുക്കണ്ട, എൻ്റെ വീട് ഇവിടെ അടുത്താ. അതാണോ തൻ്റെ പ്രശ്നം? വീട് വേറെ നോക്കണോ? തനിക്കെങ്ങനെയാടോ ഈ പാതിരാത്രി ഇങ്ങനെ ചളി പറയാൻ പറ്റുന്നേ? കേട്ടിട്ട് അത്ര വലിയ രസമൊന്നും തോന്നണില്ല. അതെന്താ പാതിരാത്രി ചെളി പറഞ്ഞ മീര ചിരിക്കില്ല? വീണ്ടും സോറി. അതെ, തൻ്റെ പ്രശ്നം എന്താന്ന് പറ. വേറെ എന്ത് പ്രശ്നം? കല്യാണം തന്നെ. ഓ ക്ലീഷേ. വീട്ടുകാർ തീരുമാനിച്ച കല്യാണത്തിന് തനിക്ക് ഇഷ്ടമല്ല, തനിക്ക് വേറെ ലവറുണ്ട്, അതല്ലേ? ഛേ, അതൊന്നും അല്ലടോ. അല്ലെങ്കിൽ തന്നെ ഈ പ്രേമൊന്നും എനിക്ക് സെറ്റ് ആവത്തില്ല. നല്ല കാര്യം. ഇത് ഒന്നുമില്ല, താൻ ബാക്കി പറ. താൻ്റെ ഒരു ഉദ്ദേശവും നടക്കാൻ പോണില്ല. എന്നാലും മേ ബി എൻ്റെ ഈ കാര്യങ്ങളൊന്ന് തുറന്ന് സംസാരിച്ചാൽ എനിക്ക് ചിലപ്പോൾ കുറച്ച് ആശ്വാസം കിട്ടുമായിരിക്കും. അതുകൊണ്ട് ഞാൻ പറയാം. ആശ്വാസം എന്തായാലും കിട്ടും, താൻ പറഞ്ഞു. ഞാൻ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിച്ചത്, ഡിറക്ഷൻ. ഐ വോണ്ട് ടു ബിക്കം എ ഫിലിം ഡയറക്ടർ. എൻ്റെ പപ്പയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഞാനൊരു ഫിലിം മേക്കർ ആവണമെന്നുള്ളത്. ഞാൻ കുറച്ച് മലയാളം ഫിലിംസിൽ അസിസ്റ്റൊക്കെ ചെയ്തിട്ടുണ്ട്. ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊരു സിനിമ ചെയ്യാൻ പ്രൊഡ്യൂസറൊക്കെ സെറ്റായി വന്ന സമയമായിരുന്നു. അതിൻ്റെ ഇടയിലാണ് അമ്മയുടെ ഒരു കല്യാണം. ഓ, ഇതാണോ കാര്യം? ഇത് ജസ്റ്റ് അമ്മോടൊന്ന് പറഞ്ഞപ്പോൾ ഒരു ഡൂട്ട് സെറ്റാവില്ലേ? ഓ, അങ്ങനെ പറഞ്ഞാൽ സെറ്റാവണ കാര്യമാണെങ്കിൽ ഞാനിവിടെ ഒന്നും ഇരിക്കില്ലല്ലോ. അതും ശരിയാണ്. അമ്മ ഇത്രയ്ക്ക് സീനാണോ? സീനൊന്നും അല്ലടോ. എൻ്റെ പപ്പ നേരത്തെ മരിച്ച അന്നോട്ട് എൻ്റെ അമ്മ എനിക്കല്ല, എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും നടത്തി തരുന്നത് എൻ്റെ അമ്മ. പൂനെയിൽ പോയി ഫിലിം പഠിക്കണം എന്ന് പറഞ്ഞപ്പോഴും റിലേറ്റീവ്സ് ഒന്നും പറയുന്നൊന്നും കേൾക്കാതെ എന്നെ സപ്പോർട്ട് ചെയ്തതും എൻ്റെ അമ്മയാണ്. അതുകൊണ്ട് തന്നെ അമ്മ എന്തേലും പറഞ്ഞാൽ അനുസരിക്കാതിരിക്കാൻ എനിക്ക് പറ്റില്ലടോ. താൻ പറ, സൊല്യൂഷൻ പറ. സംടൈംസ് എ സ്ട്രേഞ്ചർ ക്യാൻ ഫിക്സ് യുവർ ലൈഫ് എന്നാണല്ലോ. പറയട്ടെ? പറ, കേക്കട്ടെ. താൻ എന്തേലും വീട്ടിലേക്ക് ചെല്ല്. ഇത്രയും നാള് തൻ്റെ എല്ലാ ഇഷ്ടങ്ങളും തിരിച്ചറിഞ്ഞ് തന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ അമ്മ, ഈ ഒരു കാര്യം, അതും തൻ്റെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, അത് മാത്രം തനിക്ക് ഇഷ്ടമില്ലാത്ത ചെയ്യുന്നു തോന്നുന്നുണ്ടോ? ഒരു ഫാമിലി ലൈഫ് വൈബുള്ള ഒരാൾക്ക് ഒരിക്കലും ഒരു സിനിമ ഫീൽഡൊന്നും സെറ്റാവില്ലടോ. അല്ലേ പിന്നെ ആള് വല്ല സിനിമാക്കാരനാണ്. ഇനിയിപ്പോൾ സിനിമാക്കാരനാണെങ്കിലോ? അല്ലെന്നാ അമ്മ പറഞ്ഞ്. എന്തോ നോർമൽ ജോബുള്ള ആളാ. ഓ, എന്തായാലും താൻ ഒരു കാര്യം ചെയ്യും, താൻ വീട്ടിലേക്ക് ചെല്ല്. എന്നിട്ട് താൻ എന്നോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ആളോടൊന്ന് സംസാരിച്ച് നോക്ക്. മേ ബി സെറ്റ് ആയാലോ? അല്ലാണ്ട് വെറുതെ സിനിമയിലൊക്കെ കാണുന്ന പോലെ ജസ്റ്റ് സംസാരിച്ചിരിക്കുന്ന ഒരു കാര്യം ക്ലൈമാക്സ് ആയിട്ട് വരെ കൊണ്ട് എത്തിക്കല്ലേ. അതെ, ഞാനെന്നാ പോവാൻ നോക്കട്ടെ. നല്ല ഉറക്കം വരുന്നുണ്ട്. പോട്ടെ, ശരി.
അതെ. ഏ? എന്നാലും തന്നെ സമ്മതിക്കണം. പാതിരാത്രി ഒറ്റയ്ക്ക് ബസ് സ്റ്റോപ്പിൽ വന്നിരിക്കുക, അവിടെ കണ്ട സ്ട്രേഞ്ചറിൻ്റെ കൂടെ ബൈക്കിൽ കയറുക, ചായ കുടിക്കുക. എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? താൻ 90s കിഡ് ആണല്ലേ? അതെ, എങ്ങനെ മനസ്സിലായി? ചായ കുടിക്ക്. ഓ, നിങ്ങൾ 2K കിഡ്സിന് പ്രായമാവില്ലല്ലോ. സോറി. ഞാനെന്തായാലും ഈ കാര്യം ഒന്ന് സംസാരിച്ച് നോക്കാം. ഇതിപ്പോൾ ജസ്റ്റ് ഒരു പ്രപ്പോസലിൻ്റെ സ്റ്റാർട്ടിംഗ് അല്ലേ ആയുള്ളൂ. ആ ശരിയാവും, താൻ സംസാരിച്ചു നോക്ക്. സംടൈംസ് എ സ്ട്രേഞ്ചർ ക്യാൻ ഫിക്സ് എ ലൈഫ്. ഇതാണ് ഭവനം. ഉറങ്ങിയോ? തനിക്ക് ബുദ്ധിമുട്ടൊന്നും ആയില്ലല്ലോ അല്ലേ? എനിക്ക് പട്ടികളെ പണ്ടേ ഭയങ്കര പേടിയാതാ. എന്ത് ബുദ്ധിമുട്ട്? ഇതൊക്കെ രസല്ലേ? നമുക്കൊരു ചായ കുടിച്ചാലോ? അയ്യോ വേണ്ട, അതൊരു ബുദ്ധിമുട്ടാവും. എന്നാ പിന്നെ ഞാൻ പോവാലേ? ശരി ശരി എന്നാ. അല്ല, താനൊരു വെയിറ്റ് ചെയ്യാന്നല്ലേ പറഞ്ഞിരുന്നേ? അതിന് കാണുന്നില്ല. നാളെ പകല് ആളൊന്നുകൂടെ കാണാൻ വരുന്നുണ്ട്. പോട്ടെ. ശരി, എവിടെയൊക്കെ വെച്ച് കാണാം. ആ പറയടി. അമ്മ നിന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നുല്ലേ? ഞാൻ ദേ വീടിന്റെ ഫ്രണ്ടിലെത്തി, ഇപ്പൊ കേറും. ആ എനിക്കൊന്നും കണ്ട. ആ ശരി. അതെ, എനിക്ക് സിനിമയും സിനിമാക്കാരൊക്കെ ഭയങ്കര ഇഷ്ടാട്ടോ.